ഇന്നത്തെ നമ്മുടെ റെസിപ്പി 2 രുചിയിൽ തയ്യാറാക്കിയിട്ടുള്ള ബ്രെഡ് ബോൾസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ബ്രെഡ് ബോൾസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യത്തെ ഒരു സ്വീറ്റ് ഫില്ലിംഗ് ആണ് റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്, ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇനി ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയതാണ് എടുത്തിട്ടുള്ളത്, അത് ചേർത്ത് കൊടുക്കുക. ഇതൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് സമയത്ത് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഡേറ്റ്സ് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുള്ളതാണ്, ഇത് ചേർത്ത് കൊടുക്കാം. ഇതൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ 2 നുള്ള് ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി കൂടുതലാവണ്ട, 2 നുള്ള് തന്നെ മതിയാകും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയാൽ മതി. ഇപ്പോൾ നമ്മുടെ ഈ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മുടെ അടുത്ത ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായിട്ട് മുറിച്ചതും അതുപോലെ ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് മുറിച്ചതും എടുത്തിട്ടുണ്ട്. നമുക്ക് ചൂടായ ഓയിലോട്ട് ഇത് ചേർത്ത് കൊടുക്കാം. ഇതൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ഒരുപാട് സമയത്ത് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്നങ്ങ് വഴറ്റിയെടുത്താൽ മതി. ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചെടുത്തിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്, ഇതുകൂടെ ഈ സവാളയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒറിഗാനോ ആണ് എടുത്തിട്ടുള്ളത്, 1/2 ടീസ്പൂൺ ഒറിഗാനോ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് ആവശ്യമെങ്കിൽ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ഈ സമയത്ത്. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്, ഇതൊന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണൊക്കെ മതിയാകും. ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മുടെ ബ്രെഡ് ബാൾസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് മുറിച്ച് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 മുട്ട, ഒരു 1/2 ടീസ്പൂൺ കോൺഫ്ലോർ കൂടെ ചേർത്ത് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇതിലേക്ക് 1 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്, ഈ ബ്രെഡ് ഒന്ന് മുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ ബ്രെഡ് സ്ലൈസ് പാലിലൊന്ന് മുക്കിയെടുക്കണം. 2 വശവും ഇതുപോലെ ഒന്നങ്ങ് മുക്കിയെടുക്കുക. ഇനി കൈ വെച്ച് ഇതുപോലെ നന്നായി പ്രസ് ചെയ്ത് ഈ പാലൊന്ന് പിഴിഞ്ഞെടുക്കണം. നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് ഒന്ന് പിഴിഞ്ഞെടുക്കുക. ബ്രെഡ് പൊട്ടിപ്പോവാതെ നോക്കണം. പാലിന് പകരമായിട്ട് വെള്ളത്തിൽ മുക്കിയെടുത്താലും മതി. ഇപ്പോൾ ഞാനിത് നന്നായി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻട്രലായിട്ട് നമ്മുടെ സ്വീറ്റ് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഒന്നോ 2 ടേബിൾ സ്പൂണായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ 4 സൈഡും ഇതുപോലെ ഒന്ന് മടക്കിയെടുത്ത് ഇതൊന്ന് ഉരുട്ടിയെടുക്കണം. ഇതൊന്ന് ഉരുട്ടി നമുക്കൊരു ബോൾ ഷേപ്പിലാക്കി മാറ്റാം. അപ്പോൾ ഇത് ഞാനിവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ മുട്ടയുടെ മിക്സിയിൽ ഇതൊന്ന് മുക്കിയെടുക്കാം. അതിനുശേഷം ബ്രെഡ് ക്രംസിലിട്ട് ഒന്നങ്ങ് കോട്ട് ചെയ്തെടുക്കണം. ഇതൊരു തവണ കൂടെ ഞാൻ ഈ മുട്ടയുടെ മിക്സിയിലൊന്ന് മുക്കിയെടുത്ത് ബ്രെഡ് ക്രംസിൽ ഒന്നുകൂടെ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ ഓയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ബ്രെഡ് ക്രംസ് ഒരുപാടൊന്നും വീണ് പോവില്ല. അപ്പോൾ ഇതുപോലെ റെഡിയാക്കിയിട്ട് എടുക്കുക.
അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി അടുത്ത ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മൊസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ചീസും ഇതിനായിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ഈ പൊട്ടാറ്റോ ഫില്ലിങ്ങിൽ നിന്ന് ഇതുപോലെ ഒരു ചെറിയ ബോൾസ് ആക്കി എടുക്കുക. ഇതൊന്ന് കയ്യിൽ വെച്ച് പരത്തിയെടുത്ത് ഇതിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് ചീസ് വെച്ച് കൊടുക്കുക. ചീസ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബ്രെഡ് നേരത്തെ ചെയ്തതുപോലെ തന്നെ പാലിലൊന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് പാൽ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. ഇനി നമ്മുടെ പൊട്ടാറ്റോ ചീസ് ഫില്ലിങ് ഇതിന് നടുവിലായിട്ട് വെച്ച് കൊടുത്ത് ഉരുട്ടിയെടുക്കുക. ബ്രെഡൊന്നും പൊട്ടിപ്പോവാതെ ശ്രദ്ധിച്ച് നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. അപ്പോൾ അത് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നേരത്തെ ചെയ്തതുപോലെ തന്നെ മുട്ടയുടെ മിക്സിയിലൊന്ന് മുക്കിയെടുത്ത് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇത് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഡബിൾ കോട്ടിങ് ചെയ്തെടുക്കുന്നുണ്ട്. മുട്ടയുടെ മിക്സിയിൽ മുക്കിയെടുത്ത് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ എല്ലാ ബ്രെഡ് ബോൾസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായാൽ നമ്മുടെ ഓരോ ബ്രെഡ് ബോൾസും ഇതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓയിലിൽ നിന്നും മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാതും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് മുറിച്ച് നോക്കാം. ആദ്യം നമ്മുടെ സ്വീറ്റ് ഫില്ലിങ് വെച്ചിട്ടുള്ള ആ ബ്രെഡ് ബോളാണ് മുറിച്ച് നോക്കുന്നത്. ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് ബോളാണിത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ബ്രെഡ് ബോൾ കൂടെ ഒന്ന് മുറിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ ചീസൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡ് ബോളാണിത്. അപ്പോൾ നമ്മുടെ ചീസൊക്കെ നന്നായി മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 2 ബ്രെഡ് ബോൾസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.